കൂട്ടുകാരെ അങ്ങനെ നമ്മൾ റെസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത നമ്മുടെ വീഡിയോ കാഴ്ചകളിലേക്ക്, അതെ, സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ അടുത്ത വീഡിയോ കാഴ്ചകളിലേക്ക് പോവുകയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞങ്ങളോട് നിങ്ങൾക്ക് ഇവിടുത്തെ മരങ്ങളും ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറേ മരങ്ങളും ഒക്കെ എടുക്കണോണ്ടാണ് വീഡിയോ ലോങ് ആയി പോകുന്നത് കേട്ടോ. അതുകൊണ്ട് ഘട്ടമാക്കി ഞങ്ങൾ പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് ചില മരങ്ങൾ നമ്മൾ അങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് മുളയിലെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഇത് നോക്കി, സൂപ്പർ മുള, അതിൻ്റെ മേലിൽ വലിയൊരു കുളം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. നല്ല കാറ്റൊക്കെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കാനുള്ള സ്ഥലവും ചെയ്തിട്ടുണ്ട്. അത്തിമരമാണ് ഈ നിൽക്കുന്നത്. അത്തിമരം. ഇത് മരമുല്ലയാണ് കേട്ടോ. മരമുല്ല ഒരു സൈസുള്ള മുല്ലയോ. ഭീമൻ മുള എന്നാണ് ഇതിൽ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. ഭീമൻ മുള, ഇത്രയും സൈസുള്ള മുള നമ്മളെ ഈ ഏരിയയിൽ വേറെ എങ്ങുമില്ല കേട്ടോ. ഇതാ മുള, അട്ടിപ്പൊടി മുള തന്നെ. അത് വേറെ ഇത് കൂടാതെ തന്നെ ഇവിടെ മുളകളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ആലപ്പുളിച്ചി, കുടിവെള്ളം എന്തായിട്ട് കുടിവെള്ളം, ഇവിടെ കുടിവെള്ളമുണ്ട് കേട്ടോ. കുടിക്കാനായിട്ട് സൗകര്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച മഴമരം കേട്ടോ, അതിവിടെ ഓർമ്മ എന്താ നിൽക്കോട്ടോ, മഴമരം. അത് നോക്കി, അടിപൊളി ഒരു കുഞ്ഞാറുണ്ട് കേട്ടോ അവിടെ. സൂപ്പർ ഒരു ആറ്. അവിടെ കൊക്കുകളും താറാവും, കുറേ താറാവൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ. വളരെ മനോഹരമായ രീതിയിൽ നല്ല ഇതിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ വൃത്തിയാക്കാൻ വേണ്ടി ഇപ്പോഴും ആടുവന്നുകൊണ്ടിരിക്കുക. അതാ നോക്കി ഒരമ്മ വരുന്നത്. അതല്ലാതെ ഇത് നേരത്തെ ഉള്ള യാത്ര തന്നെയാണ്. ഇവിടെ ഇതിൻ്റെ ടൂറിസ്റ്റിൻ്റെ ഒരു യാത്രാ പദ്ധതിയുണ്ട്. അങ്ങനെ വെള്ളം കിട്ടി ദിസ് വഴി, അങ്ങനെ വെള്ളം കിട്ടിയത് നമ്മളിവിടെ സമയത്തിന് കണ്ടില്ല. നേരെ ഇവിടെ വന്നിട്ട് ദിസ് വഴി ജാവൊക്കെ പൊഴുതി കിടക്കുന്നു. ചക്കയൊക്കെ ഉണ്ട് ഒരുപാട്. ചേച്ചി അവർ വൃത്തിയാക്കുന്നു. ഇവിടെ ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നു. ചിക്കൻ ഫാമിലേക്കാണ്. അടിപൊളി. നീർക്കുതിര, ഹിപ്പോപ്പൊട്ടാമസ്. എല്ലാവരും പോകുന്നുണ്ടെങ്കിൽ ആ വഴിക്ക് ഞാൻ ഒരു കാഴ്ച കണ്ടിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. ഇത് നോക്കി, ഇതാരാണെങ്കിലും ആരുടെ ആണെങ്കിലും കൊത്തുപണി എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരം. നോക്കി ഈ തടി ചെയ്ത് വെച്ചിരിക്കുന്നു. കണ്ടോ, നമ്മുടെ ചീങ്കണ്ണിയെ ചെയ്ത് വെച്ചിരിക്കുന്നത്, ചീങ്കണ്ണിയുടെ തല ചെയ്ത് വെച്ചിരിക്കുന്നത്. അടിപൊളിയല്ലേ. ഒരു തടി, ഒരു പാഴ്ത്തടിയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. വരട്ടാതെ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം ഇതെവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഇതിൻ്റെ കൂടെന്ന് പറഞ്ഞതാ ഇവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. മരമൊക്കെ പിഴുതു വീണ് കിടക്കുന്നു. ഒരു ആഞ്ഞിൽ പിഴുതു കിടക്കുക. പപ്പടമരം, ഇതാണ് കൂട്ടുകാരെ പപ്പടമരം. ഇത് നമ്മൾ ഒരുപാടടുത്ത് കണ്ടിട്ടുള്ള മരമാണ്. ഇത് നോക്കിയിട്ടേ മഞ്ഞമുള. നമ്മൾ നേരത്തെ കണ്ടതാണ് മഞ്ഞമുള. നേരത്തെ കണ്ടല്ലോ മഞ്ഞമുള. തിളന്നാ ഇല്ല. വാ വാ, പതുക്കെ നമുക്ക് പോവാം. പണ്ട് കാലങ്ങളിൽ എനിക്ക് തോന്നുന്നു ആന ഇട്ടിരുന്നത് അവിടെ ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഞാൻ പണ്ട് എന്നും കണ്ട ഒരു ഓർമ്മയുണ്ട് കേട്ടോ അവിടെ. ഏതാണ്? മ്ലാവ്.
മ്ലാവ് മ്ലാവ്. ഈ കലമാൻ എന്ന് പറയും, കലമാൻ. ആവശ്യമുള്ളതുണ്ട് കേട്ടോ. കൺകുളിർക്കെ കണ്ടോണ്ട് നമുക്ക് ഇനി അവർ പറഞ്ഞേക്കുന്നത് വലത് സൈഡിലൂടെ പോവുകയാണെങ്കിൽ സിംഹം, കടുവ, പുള്ളിപ്പുലി ഇങ്ങനെയൊക്കെയുള്ളതിനെ കാണാമെന്നാണ്. സൗകര്യമൊക്കെ ഒരുപാട് ചെയ്തു. ബോട്ടിൽ ഫ്രഷ് ട്രീ എന്നാണ് പറയുന്നത്. ബോട്ടിൽ ഫ്രഷ് ട്രീ ഇതാണ് ഐറ്റം. അരണമരം. ഇതാണ് അരണമരം. ആണ്. ബ്ലാക്ക് ബക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. കാണാൻ പറ്റും. ദൂഹിക്കുന്നു. ദൂണ്ട് നിൽക്കുന്നു. ദൂണ്ട് അവിടെ നിൽപ്പുണ്ട്. കണ്ട അങ്ങോട്ട് നോക്കടിയതുകൊണ്ട് കണ്ട. ബ്രൗൺ റിയ. ഇതാണ് ബ്രൗൺ റിയ. നീ ഇപ്പൊ കണ്ടത് ഇത് കണ്ട. നമ്മുടെ കൃഷ്ണമൃഗം എന്ന് പറയുന്ന ഐറ്റം ഇതിനകത്തുണ്ടെന്നാ പറയുന്നത്. ഓ നോക്കി, കുറേ ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഇവിടെ രണ്ടുപേര് റെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ താഴെ. അടുത്തായിട്ട് തന്നെ പേരാലെന്ന് പറയുന്ന ആൽമരം നിൽപ്പുണ്ട് കേട്ടോ. ആൽമരം. പുള്ളിമാൻ നിൽപ്പുണ്ട് കേട്ടോ. പുള്ളിമാൻ എവിടേക്കുന്നു? അവിടെ തന്നെ അത്തിമരം നിൽപ്പുണ്ട്. അത്തി. അതിൻ്റെ അങ്ങോട്ട് നോക്ക്. അതിന് മുമ്പേക്കല്ലേ ഇതാ പുള്ളിമാൻ. അത് എവിടെയൊക്കെ നിൽപ്പുണ്ടായിരുന്നല്ലോ. നിൽപ്പുണ്ടല്ലോ. വാളൻ പുളി. നമ്മുടെ നാടൻ പുളിയും വാടൻ പുളിയും ഉണ്ട്. അപ്പോൾ അതിൽ ഇത് നാടൻ പുളിയാണ് കേട്ടോ. വാളൻ പുളിയാണ്. വാടൻ പുളി ഇനത്തിൽപ്പെട്ടതാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ കാണുന്നതാണ് ഇത് കണ്ടോ. നമ്മുടെ കാട്ടുപോത്ത്. വേറെ ലെവലായിട്ട് കൊണ്ടുണ്ടാ നിൽക്കുന്നതാണെങ്കിൽ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇവിടെ നല്ല സൈസുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അന്ന് നമ്മൾ കണ്ട അത്രയും ഐറ്റംസ് ഒന്നും ഇവിടെ കാണുന്നില്ല. നോക്കട്ടെ നമ്മുടെ യമു എന്ന് പറയുന്ന ഐറ്റം ഇവിടെ ഉണ്ട് കേട്ടോ. യമു ഇതാണ്ട് ഇങ്ങോട്ട് വാ. ഇതാണ്ടിരിക്കുന്നു. കണ്ട യമു ഇരിക്കുന്നു. യമു. ഓ ഇതാണ് മാൻകൂട്ടം. കണ്ട സൂപ്പറായിട്ടുണ്ടാ മാനുകളെ. അതിൻ്റെ തോലിൻ്റെ മണ്ടേ കൂടെ കിടന്ന് കഴിക്കുന്നത്. കഴിക്കുന്നുണ്ട് യമു. നമ്മളടുത്ത് യമൂന്ന് വിളി. യമൂ. അങ്ങനെ നമ്മൾ ഉഴുന്നുവടയും ചായയും റെസ്റ്റ് ഏരിയയിൽ. അതെ, 15 രൂപ ചായ, 15 രൂപ ഉഴുന്നുവട. ഉഴുന്നുവട വേണ്ടെന്ന് പറഞ്ഞ ഹാപ്പി പാർട്ടിയാണ്. ചായയൊക്കെ കുടിച്ച് റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ അടുത്ത് കേട്ടതാണ് തോട്ടമുള എന്ന് പറഞ്ഞാൽ വണ്ണം കുറഞ്ഞ് പൊക്കം കൂടിയ ടൈപ്പ് മുള കേട്ടോ. മുള അടിപൊളി സൂപ്പർ. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ ടൈപ്പ് പ്രത്യേകമായിട്ടുള്ള മുള അങ്ങനെയുള്ളതൊന്നും കണ്ടിട്ടില്ല. ലൗലോലിക്ക എന്ന് പറയുന്ന മരം. ഇത് പൂമരുത് കേട്ടോ. പൂമരുതെന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. ഒരു തടിയാണ്. ഇതൊന്നും നമ്മളങ്ങനെ പ്രത്യേകം എല്ലായിടത്തും കാണാൻ പറ്റുന്നല്ല. പൂമരുത്. ഒരു പൂവൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. ഇപ്പോഴും പൂത്തൊക്കെ നിൽപ്പുണ്ട്. ദൈവമേ, എല്ലൂറ്റി ഭയങ്കര പൊക്കത്തിൽ പോകുന്ന ഐറ്റം. അതാ രാജപ്പാൻ. ആന്നി എന്ന് പറയുന്ന മരമാണ്. എത്രയോ പഴക്കമുണ്ടെന്നാണ് തോന്നുന്നത്. നല്ല സൂപ്പർ വലിയൊരു മരം.
താന്നി എന്നാണ് ഇതിന് പേര് എഴുതിക്കുന്നത്, താന്നി. സാരിയുടെ രൂപരേഖയാണ് കേട്ടോ ഈ എഴുതി തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ റെസ്റ്റ് കഴിഞ്ഞിട്ട് ഓരോരുത്തർ ഇവിടെ ഇരിപ്പുണ്ട്. ഈ വീഡിയോ കൊണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.